എങ്ങനെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ആർത്തവ ക്രമക്കേടിന് കാരണമാകുന്നത്? പ്രത്യേകിച്ച് മെനറേജിയ, പീരിയഡ്സിന്റെ സമയത്തുള്ള കൂടുതലായിട്ടുള്ള രക്തപ്പോക്കിന് കാരണമാവുന്നത്. ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഇതിന് കാരണമാവുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൽ സംഭവിക്കുന്നത്, ഹൈപ്പോ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു. നമ്മുടെ ശരീരത്തിൽ മറ്റു ഹോർമോണുകളെ ഇത് ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളെ അത് ബാധിക്കുകയും അതിന്റെ ഫലമായിട്ട് ആർത്തവ ക്രമക്കേട് അല്ലെങ്കിൽ ഈ മെനറോജിയ, പീരിയഡ്സിന്റെ സമയത്ത് കൂടുതലായിട്ടുള്ള രക്തപ്പോക്കിന് അത് കാരണമാവുന്നു. ഹൈപ്പർ തൈറോയിഡിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഹോർമോണുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളെയാണ് അത് ബാധിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ആർത്തവ ക്രമക്കേട് അല്ലെങ്കിൽ മെനറോജിയ, പീരിയഡ്സിന്റെ സമയത്ത്